ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഫ്രോക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലാണ്. 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 10 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള 3 ലെയർ ആയിട്ടുള്ള ഒരു അടിപൊളി ഫാൻസി ഫ്രോക്കിൻ്റെ ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ലൈനിങ് കട്ട് ചെയ്യാം. യോക്കി പാർട്ടിലേക്കുള്ള ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. 14 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. 13 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 4ആയിട്ട് മടക്കിയിടാം. ഏറ്റവും മുകളിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് ഇതിന് അൺഈവൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡർ ഞാൻ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം. ആം ഹോളും 6 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ആം ഹോൾ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് ഞാൻ 6.25ഉം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ കർവ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കർവ് ഷേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് വരച്ചെടുക്കാം. ആം ഹോൾ കർവ് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് എടുക്കാം. വേസ്റ്റിന് ഞാൻ 5.7 5.25 എടുത്തിട്ടുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. 23 ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് മൊത്തത്തിൽ വേണ്ടത്. അതിൻ്റെ പകുതി 11.5 പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2.5 എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചും ബാക്ക് ലെങ്ത്ത് 3 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. രണ്ട് നെക്ക് നമുക്ക് ഒരേ ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. സിമ്പിൾ നെക്കൊക്കെയാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു 4 ഇഞ്ച് നമുക്കൊരു ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ആം ഹോൾ ഒരു 4 ഇഞ്ച് കുഴിച്ച് വെട്ടണം. 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. ഇനി ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്കതിനെ ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സിബ്ബാണ് വെക്കുന്നത് ഉടുപ്പിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് നടുവ് മുറിച്ചെടുക്കാം. ഇനി ലൈനിങ് ബോട്ടം പാർട്ടിലേക്കുള്ള ലൈനിങ്ങിന് ഞാൻ നീളത്തിൽ നടുവേ മടക്കിയിട്ട ലൈനിങ് തുണീനെ ഞാൻ 21 ഇഞ്ചുള്ള 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ 3 പീസ് കട്ട് ചെയ്തെടുത്തത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് നമുക്കൊരു 24 ഇഞ്ച് നീളത്തിൽ എടുക്കണം. 23 ആണ് നമുക്ക് അരവണ്ണം വേണ്ടത്. 24 ഇഞ്ച് എടുത്തിട്ട് അത് തമ്മിൽ ഒന്ന് നടുവേ സെൻറ്റർ കൂട്ടി യോജിപ്പിക്കുമ്പോൾ 1 ഇഞ്ച് പോകും. അപ്പോൾ 23 ഇഞ്ച് വരും. 23 ഇഞ്ച് ആക്കിയിട്ട് നമുക്ക് റൗണ്ടിൽ അടിച്ചെടുത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ അടി മടക്കി അടിക്കണം. 21 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തത് വെച്ചിട്ട് തന്നെ ടോപ്പ് പോട്ട് നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിൽ നല്ല തുണിയിൽ നമുക്ക് വേറെ മാർക്കിംഗ് ഒന്നും ചെയ്ത് കട്ട് ചെയ്യുന്നില്ല. നമുക്ക് കട്ട് ചെയ്ത് വെച്ച ലൈനിങ് തുണി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്രണ്ടും ബാക്കും നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്താൽ മതി. മാർക്കിംഗ് ഒക്കെ നമ്മൾ ലൈനിങ്ങിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതേ ഇത് മതി. നല്ല ഇതിലേക്ക് നമ്മളിനി വലിയ മാർക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് വെച്ചിട്ട് അങ്ങനെ അടിച്ച് മറിച്ചെടുത്താൽ മതി. എക്സ്ട്രാസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് നെക്ക് അടിച്ച് മറിക്കുമല്ലോ, അതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്
നമ്മൾ ലെയർ ഇടുന്ന മെയിൻ തുണി, ലെയറായിട്ട് ഫ്രിൽസ് ഇട്ടെടുക്കണ്ടേ, ആ തുണി. അതിന് നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 56 ഇഞ്ചാണ് കേട്ടോ. ഈ 56 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലിനെ നീളത്തിൽ നടുവെ മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഓരോ ഫ്രില്ലിനും 9 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 9 ഇഞ്ച് വെച്ച് ഞാൻ കട്ട് ചെയ്ത്. ഇതെല്ലാം ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മൊത്തം നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുക കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി വേണ്ടിയിട്ട് 9 ഇഞ്ചിൻ്റെ 56 ഇഞ്ച് നീളമുള്ള 12 പീസ് വേണം കേട്ടോ. ഇങ്ങനെ 12 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരേ നീളവും ഒരേ വീതിയുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഓരോന്നും കൂട്ടി യോജിപ്പിക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടിലേക്കുള്ളതാണ്. ഫസ്റ്റ് ലെയറിലേക്ക് 1 പീസും, സെക്കൻഡ് ലെയറിലേക്ക് 2 പീസും, തേർഡ് ലെയറിലേക്ക് 3 പീസും എടുത്തിട്ടുണ്ട്. ഒരേ നീളവും വീതിയുള്ള തുണി. അതേപോലെ തന്നെ ബാക്ക് പാർട്ടിലേക്കും ഫസ്റ്റ് ലെയറിൽ 1 പീസ്, സെക്കൻഡ് ലെയറിൽ 2 പീസ്, തേർഡ് ലെയറിൽ 3 പീസ്, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ടിലെയും ബാക്കിലെയും ലെയറുകൾ തമ്മിലുള്ളത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഫ്രിൽസ് ഇട്ടെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് സ്ലീവ് കട്ട് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 52 ഇഞ്ച് ടോട്ടൽ വീതിയുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. 5 ഇഞ്ചാണ് ഇതിൻ്റെ നീളമുള്ളത് കേട്ടോ. സ്ലീവിൻ്റെ വീതി 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രില്ലിട്ട് വരുമ്പോൾ അത് 3, 3.5 ആവുള്ളൂ. 13 ഇഞ്ചാണ് ഇത് മടക്കിയിട്ട് കഴിയുമ്പോൾ ഒരു ഭാഗം വരുന്നത്. ഇതിന് ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ച് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, അതിൻ്റെ മാർക്കിംഗ് ആണ്. ഇവിടുന്ന് ഏറ്റവും താഴേന്ന് വലതുവശത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 6 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത 1.5 ഇഞ്ചിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിങ്ങനെ വരയ്ക്കണം. ഇനി മുകളിലേക്ക് അതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത്. സിമ്പിൾ പഫ് സ്ലീവ് ആട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്കിതിൻ്റെ വീതിയാണെങ്കിൽ ഒരു 11 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 11 ഇഞ്ച് അത് ഒരു സൈഡാണ് 11 ഇഞ്ച് കേട്ടോ. നമ്മൾ താഴെ നമ്മൾ പഫ് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം പഫ് കിട്ടും, നല്ല ഭംഗി ഉണ്ടാവും. ഇത്രയും നമ്മൾ എടുത്ത് കഴിയുമ്പോൾ 7.25 കൈയുടെ വണ്ണം വേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് പഫ് കിട്ടും അപ്പോഴേക്കും. മുകളിൽ നിന്ന് ഇവിടെ 6 നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടം വരെ നമ്മൾ പഫ് ഇട്ടെടുക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ പഫ് വേണ്ടത്, ഇപ്പം നമ്മൾ ഈ 6 മാർക്ക് ചെയ്തില്ലേ ആം ഹോള്, അതിൻ്റെ മേലേക്ക് നമുക്ക് എത്ര പഫ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ താഴേന്ന് ഇതിൻ്റെ ഈ 52 നമ്മൾ എടുത്തില്ലേ, അതിൻ്റെ നീളം കൂട്ടിയാൽ മതി. നമുക്ക് എത്രയാണോ ആം ഹോൾ വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിലേക്കുള്ളത് ഫുൾ നമുക്ക് പഫ് ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പഫ് കുറേ പഫ് എടുക്കാൻ പറ്റും. ഇത് താഴെ മുതലേ അതേപോലെ പഫ് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ടെടുക്കണേ. നമ്മൾ ബോട്ടം പാർട്ട് നല്ല തുണിയിൽ വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് ഉള്ളിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. അത് നെക്ക് മാത്രം നമുക്കൊന്ന് ആദ്യം അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാസ് നിൽക്കുന്നുണ്ടല്ലോ, അതെല്ലാം കട്ട് ചെയ്ത് കളയണം. നമ്മളിത് ബോട്ടം പാർട്ടിന് കട്ട് ചെയ്യാനുള്ള ടോപ്പിൻ്റെ നല്ല തുണീൻ്റെ മേലെ ലൈനിങ്ങിൻ്റെ മോശം വശം വെച്ചിട്ടാണ് നെക്ക് അടിച്ചെടുത്തിരിക്കുന്നത്. നെക്ക് ഒരു 4 ഇഞ്ച് വീതിയിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്ത് നെക്ക് അടിച്ച ഭാഗത്ത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നെക്ക് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ച് മുകളിലേക്ക് മറിക്കുമ്പം ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്താൽ മതി, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ബാക്കി എക്സ്ട്രാസ് എല്ലാം നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ നമുക്കിതിങ്ങനെ ബാക്കിലേക്ക് മറിച്ചെടുക്കാം. നമ്മുടെ നെക്ക് നല്ല ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കും ചെയ്തെടുക്കാം.
ബാക്ക് നമ്മൾ ചെയ്തെടുക്കുമ്പം നെക്ക് നമ്മൾ അടിച്ചു വരുമല്ലോ, ഷോൾഡർ മുതൽ നെക്കിൻ്റെ നമ്മൾ എൻഡിൻ്റെ അവിടെ ഒരു ഫുൾ നമ്മൾ അടിക്കാറില്ല, ഒരു ഇഞ്ച് വിട്ടിട്ട് അവിടം വരെ നമ്മൾ അടിച്ച് നിർത്തിയാൽ മതി. സിബ്ബ് വെക്കുന്നത് കൊണ്ട് സിബ്ബ് വെക്കാനുള്ള ഭാഗം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി വരെ അടിച്ച് നിർത്തണം. എന്നിട്ട് നമ്മൾ ബാക്കി എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാൻ നമ്മൾ നെക്ക് അടിച്ചിട്ട് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സിബ്ബ് വെക്കുന്നത്. അത് ലൈനിങ്ങിൻ്റെ മേലെ വെക്കൂല, ലൈനിങ് നമുക്ക് മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് ആ നല്ല തുണിയുണ്ടല്ലോ, നല്ല തുണീൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സിബ്ബ് വെക്കണം. സിബ്ബ് വെക്കുമ്പോൾ സിബ്ബിൻ്റെ നല്ല വശം നമ്മുടെ മുഖത്തിൻ്റെ നേരെ വെക്കുന്ന പോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ആ സിബ്ബ് കാണുന്ന വശമുണ്ടല്ലോ അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നേരെ വരണം മേലെ ഭാഗത്ത്. അതിന് നമ്മൾ ഈ സിബ്ബിൻ്റെ പല്ലുണ്ടല്ലോ, പല്ലുകൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന പോലെ ഇങ്ങനെ തിരിച്ച് വെക്കുക. എന്നിട്ട് ഇത് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും തിരിച്ച് വെക്കുക ഈ സിബിനെ. എന്നിട്ട് അതിങ്ങനെ എടുത്ത് തുണിയിലേക്ക് വെച്ച് ഒരു പിന്ന് ഇത് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. അങ്ങനെ വളഞ്ഞൊന്നും പോകാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെച്ച് കൊടുക്കുക. രണ്ട് പല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് വേണ്ടത്. അത് ആ വശത്തേക്ക് പല്ല് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഒന്നും കൂടി ഞാൻ തുണിയിൽ വെക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇപ്പോൾ നമ്മൾ തുണി എടുത്ത് വെച്ചിട്ട് ഇത് മുട്ട് സൂചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ സൂചി കൊത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടും കട്ടിയില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മുട്ട് സൂചി എന്തെങ്കിലും കുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മെന ഉണ്ടാവില്ല തയ്ച്ച് വരുമ്പോഴേ. ലൈനിങ് നമ്മൾ മുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സിബ്ബ് വെച്ച് കൊടുക്കുവാണ്. ഇത് കണ്ടോ, സിബിൻ്റെ പല്ല് കണ്ടോ, നമ്മുടെ ഈ വശത്തേക്കും അപ്പുറ വശത്തെ പല്ല് ആ വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇനി വലതുവശത്ത് വരുന്നതും അതേപോലെ പല്ല് അങ്ങേ വശത്തേക്ക്, ആ വശത്തേക്കാണ് അതിൻ്റെ പല്ല് വരുന്നത്. ആ തയ്ക്കേണ്ട രണ്ട് ഭാഗങ്ങളും ഒരേ ഡയറക്ഷനിലാണുള്ളത്. പല്ലുകൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. ഇതേപോലെ വരുന്ന രീതിയിൽ വേണം നമുക്കിത് കുത്തി കൊടുക്കാൻ. ആദ്യം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ പിന്ന് കുത്തി വെക്കുക. പിന്ന് കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഒരു താഴെ വരെ പിന്ന് കുത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ സിബ്ബ് ഒന്ന് ഇട്ട് നോക്കുമ്പോൾ ലെവലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തയ്ച്ചെടുക്കാം. അതല്ല അന്ന് ഇങ്ങോട്ടേലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം തിരിഞ്ഞിട്ടോ ആണ് നമ്മളിത് പിന്ന് കുത്തി കൊടുത്തിരിക്കുന്നതെങ്കിൽ അപ്പം തന്നെ നമുക്കത് മാറ്റി വീണ്ടും പിന്ന് കുത്തി കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം. തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് സിബ്ബിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അഴിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്, മെനക്കേട് പണിയാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ എങ്ങനെയാ തന്നെ ചെയ്യുന്നത്, ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ തയ്ച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിബ്ബിട്ട് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റാണോ വെച്ചത്, കറക്റ്റാണോ, കയറി ഇറങ്ങിയും പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് ശേഷം നമ്മൾ സിബ്ബ് തയ്ച്ച് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല, അഴിക്കേണ്ടി വരില്ല. ആദ്യം നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചടിച്ചാൽ, ഇപ്പോൾ ഈ അഴിക്കുന്ന പണിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. നമ്മൾ അടിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മൾ ഫൂട്ട് മാറ്റണേ, സിപ്പർ ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിക്കുമ്പോൾ സൈഡിൽ ചേർത്ത് അടിച്ചു കൊടുക്കണം, സൈഡ് ചേർത്ത്. നല്ല തുണിയിൽ മാത്രമാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ലൈനിങ് ഞാൻ മേലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഈ പല്ലുണ്ടല്ലോ, ഈ പല്ലിങ്ങനെ ഒന്ന് വിരിച്ച് പിടിക്കുക കേട്ടോ. എന്നിട്ട് അറ്റത്തൂടെ സൈഡിൽ കൂടെ അടിച്ചു പോകാം. ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് ഈ പല്ല് ഇങ്ങനെ അകത്തി കൊടുത്താൽ ആ സൈഡിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ചിട്ട് പോകാൻ കഴിയും. ഏറ്റവും താഴെ വരെ നമ്മൾ അടിക്കില്ല, ഒരു ഇഞ്ച് ഗ്യാപ്പ് വരെ അടിച്ച് നിർത്തിയാൽ മതി കേട്ടോ. താഴേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ മുകളിൽ വരെ അടിച്ചിട്ട് നമുക്ക് ലോക്ക് ഇട്ട് നിർത്താം. അതേപോലെ തന്നെ അപ്പുറവശവും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പുറവശം തയ്ച്ചെടുക്കുമ്പോൾ ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കൈ കൊണ്ട് പല്ലൊന്നിങ്ങനെ അകത്തി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. പല്ലിലൂടെ കയറരുത്, പല്ലിലൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് സിബ് ഇടാൻ പറ്റില്ല. ഓക്കെ, നമുക്കിതും അതേപോലെ നമുക്ക് ലോക്ക് ഇട്ടെടുത്താം. അപ്പോൾ നമ്മൾ സിബ്ബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം അത് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം.
കണ്ടോ? ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് സിബ്ബ്. ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. നമുക്ക് വേണ്ടാത്ത ഭാഗം നമുക്ക് വെട്ടിക്കളയാം. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് ബാക്കി ഭാഗം അടിച്ച് ചേർക്കണ്ടേ. അത് നമുക്ക് സിബിൻ്റെ ഇതൊന്നും ഉള്ളിൽ പുറമേ കാണാത്ത രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടില്ലേ, അതേപോലെ തന്നെ ആക്കിയിടണം. ലൈനിങ് നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച രീതിയിൽ ഇടണം. അതിനുശേഷം നമ്മൾ നെക്ക് അടിച്ചില്ലേ, നെക്ക് അടിച്ച് നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ടില്ലേ നെക്കിൻ്റെ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട്, ആ ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യണം. ആ ഭാഗം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആ സിബ്ബോട് കൂടി ചേർത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് വെക്കാം. എന്നാലും നമുക്ക് കണ്ടോ, ആ അടിച്ച മറ്റേ കുറച്ച് നമ്മൾ വിട്ടില്ലേ, ആ ഭാഗമാണ് ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഒരു ഭാഗം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ അടിക്കുമ്പോൾ സിബിൻ്റെ ഒന്നും ബാക്കി ഭാഗങ്ങളൊന്നും കാണില്ല, സ്റ്റിച്ച് ചെയ്തതൊന്നും കാണില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് ഇതിൽ കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ നമ്മുടെ നല്ല വശം, തുണിയുടെ നല്ല വശത്ത് നമ്മളിങ്ങനെ ലൈനിങ് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചില്ലേ, അതേപോലെ വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ നെക്കിൻ്റെ നമ്മൾ ബാക്കി കംപ്ലീറ്റ് അടിക്കാനുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. നെക്ക് പകുതി മുക്കാൽ ഭാഗം വരെ നമ്മൾ അടിച്ച് നിർത്തിയതല്ലേ, അവിടെ നിന്ന് ബാക്കിയുള്ളത് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നു. അടിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മൾ അടിച്ചു വെച്ച ആ സിബ്ബുണ്ടല്ലോ, സിബ്ബും കൂടി ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് വേണം, അങ്ങനെ ആ ഇങ്ങനെ ഉള്ളിൽ മുമ്പോട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ പല്ല് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, സിബിൻ്റെ ഭാഗം, ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് അവിടെ നിന്ന് അതേപോലെ ലൈനിങ്ങിൻ്റെ മേലെ കൂടെ താഴേക്ക് വരെ സ്റ്റിച്ച് ചെയ്യണം. പല്ല് തട്ടാണ്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അങ്ങനെ നെക്കടി. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ചോക്ക് വെച്ച് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. നെക്കിൻ്റെ അവിടം വരെ നമ്മൾ അടിച്ചുള്ളൂ, ബാലൻസ് നമുക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാനുണ്ട്, തീർക്കാനുണ്ട്. അങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു വരുമ്പോൾ ആ സിബ്ബുണ്ടല്ലോ, അടിച്ചു വെച്ച സിബ്ബും കൂടി ചേർത്ത് നമ്മൾ അടിക്കണം. എന്നിട്ട് ആ അറ്റത്ത് വന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തണം. അവിടെ നിന്ന് താഴേക്കും കൂടി അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മേലെ കൂടി പല്ലിൽ കൊള്ളാണ്ട് ബാക്കിയും കൂടി തയ്ച്ചെടുക്കണം. കണ്ടില്ലേ, നമ്മൾ ആ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ പല്ല്, അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കാണും ആ പല്ല്. അതുകൊണ്ട് നമ്മൾ ആ പല്ലിലൊന്നും കൊള്ളാണ്ട് നമുക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് നേരെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് പോയാൽ മതി. അതും കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. അങ്ങനെ നേരെ താഴെ വരെ അതേപോലെ അങ്ങ് സ്റ്റിച്ചിട്ട് പോവുക. താഴെ വരെ എൻഡ് വരെ നമ്മൾ അതേപോലെ തന്നെ ആ ഒരു സ്റ്റിച്ച് പല്ലിൽ കൊള്ളാണ്ട് താഴെ വരെ ഇടുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ മറിച്ചിട്ട് നോക്കാം, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അത് കണ്ടോ, ഇങ്ങനെ വരും പല്ല്. ആ സിബിൻ്റെ ആ ഒരു പല്ല് മാത്രമേ നമുക്ക് വെളിയിൽ കാണുള്ളൂ, സ്റ്റിച്ചൊന്നും കാണില്ല. നമ്മൾ റെഡിമെയ്ഡ് ഉടുപ്പൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്, കുറേ സ്റ്റിച്ചൊന്നും അതിനകത്ത് ഉണ്ടാവില്ലല്ലോ, ലൈനിങ് മാത്രമേ നമ്മൾ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണാറുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പുറത്തൊക്കെ ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ തയ്ച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാകുകയും ചെയ്യും. കുഞ്ഞു മക്കളുടെയൊക്കെ ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ തയ്ച്ചു കൊടുത്താലും ദേഹത്ത് കുത്തുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല കംഫർട്ടായിരിക്കും കുട്ടികൾക്ക് ഇടാനൊക്കെ. നമുക്കിപ്പോൾ നമ്മുടെ സിബിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം ഏറ്റവും അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം കൂടി നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. അടിഭാഗം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കണം. നല്ല തുണിയിലുള്ളതും നല്ല തുണിയിൽ നമ്മളിപ്പോൾ പകുതി വെച്ച് അടിച്ച് നിർത്തിയില്ലേ, 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടില്ലേ, ആ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം. കാരണം എക്സ്ട്രാ ഉള്ള സിബിൻ്റെ പീസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേര്. എന്നിട്ട് നമ്മൾ എവിടെയാണോ ആ നിർത്തിയ സ്റ്റിച്ച് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അതോടെ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പണി കഴിയും. നമുക്ക് ഇത്
ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുണ്ട് അല്ലേ, രണ്ടും ഫ്രണ്ടും ബാക്കും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇങ്ങനെ ഇപ്പോൾ നോക്കി ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറെ സ്റ്റിച്ചുകളൊന്നും എക്സ്ട്രാ കാണുന്നില്ല. നമുക്ക് ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ നല്ല വശവും കൂടി ചേർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ല മെയിൻ തുണീൻ്റെ നല്ല വശവും ആ സ്റ്റിച്ച് വരുന്ന വശമുണ്ടല്ലോ, ലൈനിങ് ചേർത്ത് അടിച്ച സ്റ്റിച്ച് വരുന്നത്, ആ 2 സ്റ്റിച്ചുകൾ തമ്മിൽ ഒരേ ഒപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. മേലെയും താഴെയും ഒരേപോലെ ആ സ്റ്റിച്ച് രണ്ടും ഒരേപോലെ വരണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും ഇങ്ങനെ മുഖത്തോട് മുഖം ചേർന്ന് വരണം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും മുഖത്തോട് മുഖം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഉള്ളിലേക്ക് മറിച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിൻ്റെ സ്റ്റിച്ചും വെളിയിൽ കാണൂല, നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു വള്ളി വെക്കണം അല്ലേ. വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഇഞ്ച് വീതിയിലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ആ തുണീനെ ഇങ്ങനെ നല്ല വശം നടുവേ മടക്കിയിട്ട്, വള്ളി വെക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ, ഒരറ്റത്തുനിന്ന് ഇങ്ങനെ അടിച്ച് ഉള്ളിലേക്ക് തിരിച്ചെടുത്തിട്ടാൽ മതി. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച പീസ് ഉണ്ടല്ലോ, അതിൻ്റെ എൻഡ് ഭാഗവും അത് നമുക്ക് സ്ലീവ് അടിക്കണം. അതിന് വേണ്ടിയിട്ട് എൻഡ് ഭാഗം ഞാൻ ഒന്ന് ഉരുട്ടിയിട്ട് ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട് ഉരുട്ടിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, സ്ലീവിൻ്റെ മാത്രമല്ല, 3 ലെയറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. റെഡും ബ്ലാക്കും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ഈ ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ആ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇനി അതില്ല സാധാരണ പോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചൊരു ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ള പീസ് എടുക്കാം. അപ്പം നമ്മൾ മറ്റേ ലെയറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസുകളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഒരു പീസുള്ളൂ, സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്, തേർഡിന് വേണ്ടിയിട്ട് 3 പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസുകളെല്ലാം തമ്മിൽ യോജിപ്പിച്ച് വെക്കണം. ഒന്നും കൂടെ കൂട്ടി നല്ല വശം ചേർത്ത് അടിച്ച് യോജിപ്പിച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഫൂട്ടും ഒക്കെ ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടിരിക്കുകയല്ലേ, നൂലും ഫൂട്ടും എല്ലാം. അപ്പോൾ നമ്മൾ ആ പണിയെല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവിനും ഇതേപോലെ റൗണ്ടിൽ നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ലെയറിലേക്ക് വെക്കുന്ന എല്ലാ പീസും നമ്മൾ അതേപോലെ ചെയ്തെടുക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മളിത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് നമുക്കതങ്ങ് ചെയ്തെടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഫൂട്ടും മാറ്റിയിട്ടുണ്ട്, ത്രെഡും മാറ്റിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ബ്ലാക്ക് ത്രെഡ് ഇട്ടല്ലേ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ത്രെഡിൽ അടിക്കാനുള്ളതെല്ലാം കംപ്ലീറ്റ് നമുക്ക് ഒരേ ഒപ്പം തന്നെ അടിച്ചെടുക്കാം. ഇത് സ്ലീവിനും അടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ലെയറിലേക്കുള്ള ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തിൻ്റെയും മുകൾ വശം, ഏറ്റവും അടിയിലത്തതിന് മാത്രം 2 വശം നമ്മൾ അടിക്കണം. താഴെയും മുകളിലും അതേപോലെ റോൾ ചെയ്തെടുക്കണം. മറ്റ് ബാക്കിയുള്ള ലെയറിനൊക്കെ ഓരോ വശം, മുകൾ ഭാഗം മാത്രം അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ സ്ലീവിൻ്റെ ഉള്ളത് അടിച്ചെടുത്തിട്ടുണ്ട്. മുകൾ വശം മേലെയും ഫ്രില്ലിട്ടു, താഴെ ഭാഗം അങ്ങനെ ഉരുട്ടി ബ്ലാക്ക് ത്രെഡ് ഇട്ട് അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം, സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം നമ്മൾ ഒരു 2 വശം സ്ലീവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ അടിഭാഗം നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 7 ഇഞ്ചിൻ്റെ 2 ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് അടിഭാഗം കൂടി നമുക്കിതൊന്ന് ഫ്രില്ലിടണം. ഇങ്ങനെ അടിഭാഗം കൂടി ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം വേണം 7 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ അടിച്ചു കൊടുക്കുക. അത് ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്, അകത്ത് വെച്ചിട്ട്, അതായത് ഉൾവശത്ത് വെച്ചിട്ട് വേണം ഇലാസ്റ്റിക് തയ്ച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ അളവ് നോക്കുന്നതും ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞ് പഫ് സ്ലീവാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനല്ലേ. ഇതേപോലെ 2 സ്ലീവും തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് 2 വള്ളിയും കൂടി വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡും കൂടി ചേർത്തടിച്ചാൽ മതി. 2.5 ഇഞ്ച് മുകളിലേക്കാണ്, 1/2 ഇഞ്ച് നമുക്ക് മറ്റേ ഇത് വെക്കാം, ബോട്ടം ഫിറ്റ് ചെയ്യാൻ പോകും. പിന്നെ മുകളിലേക്ക് 2 ഇഞ്ച് മേലേക്ക് നമുക്കൊരു മുട്ടുസൂചി കുത്തി കൊടുക്കുന്നുണ്ട്, വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ 2 സൈഡിലും വള്ളിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് അടിച്ചെടുക്കാം. മെഷർമെൻറ്റൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ സെയിം മെഷർമെൻറ്റൊക്കെ ഒന്നും കൂടെ അളന്ന്
വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. ഇനി ബാക്കി അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് കയറി ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിന് ഫ്രില്ലുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടോപ്പ് ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയേ. ഇതിലേക്ക് മറ്റേ അരവണ്ണം നമുക്ക് 11.5 കിട്ടിയിട്ടുണ്ട്. ആ 11.5 ആക്കി നമുക്ക് ലൈനിങ് ആദ്യം ചെയ്തെടുക്കണം. ലൈനിങ് ഇപ്പോൾ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് ഈ ടോപ്പിന് നമുക്ക് തിരിച്ചിടണം. അത് ലൈനിങ്ങിൻ്റെ വശം മുൻപിൽ വരുന്ന പോലെ ഇട്ടതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് അടിച്ചു കൊടുക്കുന്നത്. ഈ ടോപ്പിൻ്റെ ചീത്ത വശത്ത്, അതായത് ലൈനിങ് ഉള്ള വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ മോശം വശത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് ആദ്യം അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചിടുമ്പോഴേക്ക് ഇതെങ്ങനെയുണ്ടോ കണ്ടോ, ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചും വെളിയിൽ കാണുന്നില്ല. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇതേപോലെ ഉണ്ടാവും. സ്റ്റിച്ച് പോലും നമുക്ക് വെളിയിൽ കാണൂല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. റെഡിമെയ്ഡ് ഉടുപ്പ് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിൻ്റെ ആ ലൈനിങ്ങിനെ അടിച്ച ലൈനിങ് ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് നീക്കി കൊടുക്കണം. നല്ലതുപോലെ ഉള്ളിലേക്ക് തിക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിടാനുള്ള ഫ്രില്ലുണ്ടല്ലോ, ഫ്രിൽസിൻ്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രില്ലും ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് അടിച്ചു കൊടുത്തതാണ്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പം ഓരോ സെക്കൻഡ് ലെയറിൽ 2 പീസ്, തേർഡ് ലെയറിൽ 3 പീസ് അങ്ങനെ ഉണ്ടല്ലോ. ഈ 3 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രില്ലിട്ട് ചുരിയിട്ട് എടുക്കണം. ഫസ്റ്റ് ലെയറിലെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയറിലെയും ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് ഒരുമിച്ച് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ റൗണ്ടായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഓരോ പീസ് ഉണ്ടല്ലോ, ആ ഓരോ പീസ് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മുടെ അരവണ്ണം 23 ഇഞ്ചല്ലേ, ആ 23 ഇഞ്ചിൽ അരവണ്ണം റൗണ്ടിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ടോപ്പില്ലേ ടോപ്പ് പാർട്ടിൽ വെച്ചിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ ഫ്രില്ലും ഇതേപോലെ മുകൾ ഭാഗം മറ്റേ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഓരോ ലെയറും തയ്ച്ചു കൊടുക്കാം. എല്ലാം ഞാൻ ലോങ് ആയിട്ട് വീഡിയോ ആയി പോകുന്നതുകൊണ്ടാണ് എല്ലാം ഞാൻ കാണിക്കാത്തത്. എല്ലാം തയ്ച്ചതിന് ശേഷം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ലെയറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും, തയ്ക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.